സമസ്ത മേഖലകളിലും ഹിന്ദുധർമ്മം പാലിക്കുന്ന യുവാക്കൾ വളർന്നു വരണമെന്ന് പാലാഴി രാമകൃഷ്ണാശ്രമം മഠാധിപതി ശാന്താനന്ദ സരസ്വതി സ്വാമികൾ. ചേർപ്പ് പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനം മഹാത്മാ മൈതാനത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സ്വാമികൾ. ഭഗവാൻ ഗീതയിൽ പറഞ്ഞ ഒരു വാക്യം, ഗീതയിലെ ഒരു ശ്ലോകം, എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുദ്ധരഃ തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവാ നീതിർ മതിർമമ. യോഗേശ്വരനായ കൃഷ്ണൻ എവിടെയുണ്ടോ, ധനുർധരനായ പാർത്ഥൻ എവിടെയുണ്ടോ, അത്ര അവിടെയാണ് ശ്രീ സന്തോഷം, വിജയം, ധ്രുവാനീതി, ഭൂതി, ഐശ്വര്യം, നിത്യമായ നീതി. അത് കേൾക്കുമ്പോൾ നമുക്കൊരു ധാരണ വരും, കൃഷ്ണനെ പൂജാമുറിയിൽ വെച്ച് പൂജിച്ചാൽ, അല്ലെങ്കിൽ അർജുനനും കൃഷ്ണനുമുള്ള ആ ഒരു ഭാവം പൂജാമുറിയിൽ വെച്ച് പൂജിച്ചാലോ, ക്ഷേത്രങ്ങളിൽ പോയി പുഷ്പാഞ്ജലിയോ മറ്റു പ്രസാദങ്ങളോ ഒക്കെ ചെയ്താൽ, അർച്ചനകളൊക്കെ ചെയ്താൽ, ഈ ശ്രീയും വിജയവും ഐശ്വര്യവും നമുക്ക് താനേ കൈവന്നുകൊള്ളും എന്നൊരു ധാരണ വരും. സമസ്ത മേഖലകളിലും ഹിന്ദു ധർമ്മപാലകരായ യുവാക്കൾ വളർന്നു വരണം. കുടുംബ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകി ഹിന്ദുത്വ സംസ്കാരം വരും തലമുറകൾക്ക് പകർന്നു നൽകണം. ഭാരതത്തിലുള്ളവരെല്ലാം ഹിന്ദുക്കളാണെന്ന വിശാലമായ കാഴ്ചപ്പാടാണ് ഹിന്ദുധർമ്മത്തിനുള്ളത്. അറിവും ആചാരങ്ങളും കുടുംബങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഹിന്ദു വോട്ട് ബാങ്ക് എന്ന ചിന്മയാനന്ദ സ്വാമികളുടെ പ്രസ്താവന ഇന്നത്തെ സാഹചര്യത്തിൽ പുനർചിന്ത അർഹിക്കുന്നതാണെന്ന് മുഖ്യപ്രഭാഷണം നിർവഹിച്ച RSS സഹപ്രാന്ത പ്രചാരക് വി അനീഷ് പറഞ്ഞു. എഴുത്തച്ഛന്റെ ജന്മനാട്ടിൽ അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിക്കാൻ സാഹചര്യമില്ലാത്ത കേരളത്തിലാണ് നാം ജീവിക്കുന്നതെന്ന ബോധ്യം ഹിന്ദുവിനുണ്ടാകണം. ഹിന്ദു ജീവിത രീതി ഇല്ലാതാകുന്ന പ്രദേശങ്ങൾ ഭാരതത്തിൽ നിന്ന് അകന്നു പോവുകയാണെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് നമ്മൾ ശക്തിപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു. കലാമണ്ഡലം രാമചാക്യാർ അധ്യക്ഷനായി. സംഘടിക്കണം. നമ്മൾ ജാഗരൂകന്മാരായിരുന്നിട്ടില്ലെങ്കിൽ നമ്മളുടെ കാലിന്റെ അടിയിലെ മണ്ണ് പോകുന്നത് നമ്മൾക്കറിയുകയില്ല എന്നൊരു തിരിച്ചറിവ് നമ്മളുടെ ഓരോ ഹിന്ദുക്കൾക്കും ബോധ്യമായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് പറയാതെ വയ്യ. ഇങ്ങനെയുള്ള സംരംഭങ്ങൾ നടത്തുന്നു വേണം. പ്രസംഗവശാൽ പറഞ്ഞിട്ട് കാര്യമില്ല. നായാടി മുതൽ നമ്പൂതിരി വരെ എന്നൊക്കെ പറയാന്നല്ലാതെ പ്രാവർത്തികമാവണില്ല. അത് പ്രാവർത്തികമാക്കലാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ധർമ്മം എന്ന് വിശ്വസിക്കുന്നവരിൽ ഒരാളാണ് ഞാൻ. വാക്കല്ല വേണ്ട, പ്രവൃത്തിയാണ്. കാരണം ഇന്ന് ജനസംഖ്യയ്ക്ക് തന്നെയാണ് ഏറ്റവും വലിയ പ്രാധാന്യം, സംശയമില്ല. നമ്മളുടെ അംഗങ്ങൾ, അതായത് ജനസംഖ്യ, ഹൈന്ദവ ജനസംഖ്യ തുലവും കുറഞ്ഞുകൊണ്ടിരിക്കുന്നുവോ എന്നൊരു ഭയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിട യുവാക്കളായിട്ടുള്ള ആളുകൾ വളരെയധികം ശ്രദ്ധിക്കണം. എന്നെ പോലെയുള്ള ആളുകൾ ഇനി ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. ജനറൽ കൺവീനർ അമ്പാടി രാമചന്ദ്രൻ, ചെയർമാൻ ഡോക്ടർ AR സന്തോഷ്, ക്ഷേത്ര ഭാരവാഹികൾ, വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കൾ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. സമ്മേളനത്തിന്റെ ഭാഗമായി യദു S. മാരാർ അവതരിപ്പിച്ച സോപാന സംഗീതം, ശ്രീരാം ഭജൻസ് ഗ്രൂപ്പിന്റെ ഭജന, മെഗാ തിരുവാതിരക്കളി എന്നിവയും അരങ്ങേറി.